നാട്ടിലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് നാട്ടിലുണ്ടെന്ന്. ഇതാണ് സാധനം, കണ്ടില്ലേ? ഇത് പഴുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഇത് ഫുള്ള് പഴുത്തിട്ടില്ല. എന്താ വെച്ചാൽ കുറച്ചൊരു ഗ്രീൻ കണ്ടില്ലേ? ഇത് പച്ചയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വേണ്ട, ശരിക്കും ഗ്രീനായിട്ട് ഇങ്ങനെ കൊല ആയിട്ട് ഇങ്ങനെ നിൽക്കും. ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാം. നല്ല ഇത് ഞാനിത് ഒന്ന് പറിച്ചിട്ട് വീണ് ഇത് നല്ല പഴുത്താണ്. നല്ല പഴുത്തോണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ നെക്കിയിരിക്കാണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലുണ്ടില്ലേ ഒരു പശ പോലത്തതാണ്. ഇതിൻ്റെ സീഡും ഇതിൻ്റെ കുരും പിന്നെ ജെല്ലും കൂടി ആയിട്ടാണ്. ഇതുണ്ടല്ലോ പശ പോലെയാണ്. നല്ല പേപ്പറൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നല്ല പശയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ, ഇതാണ് തിന്നുക കേട്ടോ. ഈ സാധനമാണ് തിന്നുക. നല്ല മധുരമുണ്ട്. എന്തോ ഇതിൻ്റെ ഈ നെട്ടി മരുത്തതുണ്ടല്ലേ, കണ്ട് ഒഴിവാക്കാം. അപ്പം ഈ പശ പോലത്തത് എന്ത് ചെയ്യുക? അത് തിന്നണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മധുരമില്ലാത്തതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല തിന്നാൻ. എന്ത് ചെയ്യുക? ഇതുണ്ടല്ലോ ഇങ്ങനെ കാമ്പ്. എന്താണ് ടേസ്റ്റുള്ളത്? നല്ല മധുരമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. കാൽമുട്ടിന് പെയിനുള്ളവർക്കൊക്കെ നല്ല ഇതാണെന്നാണ് പറയുന്നത്, ജോയിൻ്റ് പെയിന്. അപ്പം അറിയുന്നവർ ഇതിന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പേരെന്താന്ന്. ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല. അതുകൊണ്ടാണ് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പഴുത്ത് രണ്ടെണ്ണം അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം.